students, welcome to 5th class of linear algebra. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കൊറോളറിയും രണ്ട് പ്രോബ്ലം ആണ്. ഓക്കെ, ഈ കൊറോളറി എന്ന് പറഞ്ഞത് നമ്മൾ 4th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തിയറത്തിന്റെ ബാക്കി ഭാഗമാണ്. അപ്പൊ നമുക്ക് കൊറോളറി എന്താണെന്ന് നോക്കാം. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ലെറ്റ് n is equal to dimension v. Then first part, any subset of v which contains more than n vectors is linearly dependent. Second part, no subset of v which contain less than n vectors span v. Let v be a finite dimensional vector space. Let n is equal to dimension v. Then first part, any subset of v which contains more than n vectors is linearly dependent. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറയാം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് v ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതുപോലെ ഡയമെൻഷൻ v is equal to n ആണ്. ഡയമെൻഷൻ v is equal to n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബേസിസ് ഈക്വൽ ടു n ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് നമ്മൾ v എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് എടുക്കുകയാണ്, ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. ആ സബ്സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നേക്കാൾ അതിന്റെ ഡയമെൻഷനേക്കാളും നമ്പർ കൂടുതലുള്ള ഒരു സബ്സെറ്റ് ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് കൂടുതലുള്ള ഒരു സബ്സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ആ സബ്സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞത്? വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഡയമെൻഷൻ വി is equal to n ആണ്. നമ്മൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ്, അതായത് ഡയമെൻഷൻ എന്നേക്കാളും കൂടുതൽ മെമ്പർ ഉള്ള ഒരു സബ്സെറ്റ് സെലക്ട് ചെയ്യാന്ന് വെക്കാം. ആ സബ്സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആവും എന്നാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്താണ് പറയുന്നത്? നോ സബ്സെറ്റ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻ ലെസ് ദാൻ n വെക്ടേഴ്സ് സ്പാൻ വി എന്നാണ്. നോ സബ്സെറ്റ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻ ലെസ് ദാൻ n വെക്ടേഴ്സ് സ്പാൻ വി എന്നാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. ആ സബ്സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്, ആ സബ്സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് n എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറവായിരിക്കും. ഈ സബ്സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്നേക്കാളും കുറവായിരിക്കും. ഈ സബ്സെറ്റ് സ്പാൻ ചെയ്തിട്ട് നമുക്ക് വി ഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. ഈ സബ്സെറ്റ് സ്പാൻ ചെയ്തിട്ട് നമുക്ക് വി ഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത്. പ്രൂഫിലേക്ക് പോവാണ്. ഫസ്റ്റ് പാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കതിൽ ലെറ്റ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബി എ ബേസിസ് ഫോർ വി. വിന്റെ ബേസിസ് ആണ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് n ആണല്ലോ. അപ്പൊ നമുക്ക് ഡയമെൻഷൻ v is equal to n എന്ന് പറയാം. ഓക്കെ, ദെൻ v is equal to സ്പാൻ ഓഫ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആണ്. ഓക്കെ, ലെറ്റ് set beta 1 beta 2 etc beta m be any set of vectors. ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എന്ന് പറയുന്നത് എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തു. അതിന്റെ പ്രത്യേകത എന്താണ്? m ഈസ് ഗ്രേറ്റർ ദാൻ n ആണ്. ആ ഫോർമുല ആണ്. m ഈസ് ഗ്രേറ്റർ ദാൻ n ആണ്. ക്ലെയിം എന്താണ്? ഈ സെറ്റ് എന്ന് പറയുന്നത്, സെറ്റ് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ m എന്ന് പറയുന്നത് ഈസ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നാണ് നമ്മുടെ ക്ലെയിം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നാണ്. ഓക്കെ, അപ്പൊ സപ്പോസ് ചെയ്തു സെറ്റ് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ m ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. ദെൻ ബൈ തിയറം, ടാസ്ക് 4 ഡിസ്കസ് ചെയ്ത തിയറം പ്രകാരം ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ് and let v is equal to span of beta 1 beta 2 etc beta m. If s is linearly independent set in v, then number of s, that is n of s, is less than or equal to m ആണെന്നാണ് പറയുന്നത് തിയറം പ്രകാരം. We have m is greater than n. m നമ്മൾക്ക് greater than n ആണ്, which is a contradiction. അത് കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് സപ്പോസ് ചെയ്തിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അപ്പൊ എന്ത് പറയാം? ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആവും എന്ന് പറയാം. Therefore the set beta 1 beta 2 etc beta m is linearly dependent. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബി എ ബേസിസ് ഫോർ വി. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് ബേസിസ് ആണ് വിയുടെ. ദെൻ ദ സെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ വി ആയിരിക്കും.
അല്ലേ? ബേസിസ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സപ്പോസ് വി ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് β1, β2 എക്സെട്ര βm. m ഈസ് ലെസ് ദാൻ n. സപ്പോസ് ചെയ്യാം v is equal to span of β1, β2 etc. βm where m is less than n. Okay. Since set alpha 1, alpha 2 etc. alpha n linearly independent in V. Alpha 1, alpha 2 etc. alpha n linearly independent in V ആണ്. Then by theorem the number of elements is less than or equal to m, which is a contradiction. This proves the theorem. Okay, clear? Next question. Let V be a set of all 2 by 2 matrices over the field F. V be a set of all 2 by 2 matrices over the field F. Let W is equal to set matrix A, B, C minus A such that A, B, C belongs to R. Prove that W is a subspace of V and find the dimension of W. Let V be a set of all 2 by 2 matrices over the field F. Let W is equal to set matrix A, B, C minus A such that A, B, C belongs to R. Prove that W is a subspace of V and find the dimension of W. ഇവിടെ V ഒരു വെക്ടർ സ്പേസ് ആണ്. ബി എ സെറ്റ് ഓഫ് ഓൾ 2 by 2 മെട്രിസസ് ഓവർ ദ ഫീൽഡ് എഫ്. സെറ്റ് തന്നിട്ടുണ്ട് W എന്ന് പറഞ്ഞ സെറ്റ് മെട്രിക്സ് എ ബി സി മൈനസ് എ ബി സി ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? W ഈസ് എ സബ്സ്പേസ് ഓഫ് വി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ W എന്ന് പറയുന്ന സെറ്റ് സബ്സ്പേസ് ഓഫ് വി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾസോ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവിന്റെ ഡയമെൻഷനും ഫൈൻഡ് ചെയ്യണം. Let us take alpha is equal to matrix A1, B1, C1 minus A1. Beta is equal to matrix A2, B2, C2 minus A2. Okay. ആൽഫ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക, ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു. ഓക്കെ. ഇനി സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് കാണാം. അപ്പൊ സി ഇൻറ്റു ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? A1, B1, C1 മൈനസ് A1. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും സി A1, സി B1, സി C1 മൈനസ് സി A1 എന്ന് വരും. ഓക്കെ. പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞത് അത് എഴുതുക, മെട്രിക്സ് A2, B2, C2 മൈനസ് A2 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ. ഇനി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സി A1 പ്ലസ് A2, സി B1 പ്ലസ് B2, സി C1 പ്ലസ് C2 മൈനസ് സി A1 മൈനസ് A2. ഓക്കെ. ഇത് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ആദ്യത്തെ എലമെന്റ് അങ്ങനെ തന്നെ എഴുതി, രണ്ടാമത്തതും പിന്നെ ഇതും എഴുതി. നെക്സ്റ്റ് ഇതൊന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുത്താൽ നെഗറ്റീവ് ഓഫ് സി A1 പ്ലസ് A2 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഡബ്ല്യൂയിലുള്ള എലമെന്റ് പോലത്തെ ഫോമിൽ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കിട്ടി. ഓക്കെ. ദിസ് ബിലോങ്സ് ടു ഡബ്ല്യു, ദെർഫോർ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് പറയാം. നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആണ്. ഡയമെൻഷൻ കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്പർ ഓഫ് ബേസിസ് എത്രയെന്ന് കണ്ടാൽ മതി. നമ്പർ ഓഫ് ബേസിസ് ആണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡബ്ല്യുവിലുള്ള മെട്രിക്സ് നമുക്ക് എഴുതാം. മെട്രിക്സ് എ ബി സി മൈനസ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് കിട്ടുന്ന വിധത്തിൽ നമുക്കൊരു അറേഞ്ച്മെന്റ് നടത്തുകയാണ്. അപ്പൊ എ ഇൻറ്റു 1 0 മെട്രിക്സ് 1 0 0 മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു 0 1 0 0 പ്ലസ് സി ഇൻറ്റു മെട്രിക്സ് 0 0 1 0 എന്ന് എഴുതാം. അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നത് ഈ മെട്രിക്സ് തന്നെയായിരിക്കും. ആ വിധത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന മെട്രിക്സ് ഇത് എന്ത് ചെയ്യും? സ്പാൻസ് വി. അതായത് സെറ്റ് മെട്രിക്സ് 1 0 0 മൈനസ് 1, പിന്നെയുള്ള മെട്രിക്സ് 0 1 0 0, നെക്സ്റ്റ് ഉള്ള മെട്രിക്സ് 0 0 1 0. Therefore, this spans W. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതും C1 ഇൻറ്റു ഫസ്റ്റ് വെക്ടർ മെട്രിക്സ് 1 0 0 മൈനസ് 1 പ്ലസ് C2 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് 0 1 0 0 പ്ലസ് C3 ഇൻറ്റു തേർഡ് മെട്രിക്സ് 0 0 1 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 മെട്രിക്സ് 0 0 0. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ ഈ ഭാഗം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മെട്രിക്സ് C1, C2, C3 minus C1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് 0, 0, 0, 0. ഓക്കെ, ഫ്രം ദിസ് നമുക്ക് എന്ത് എഴുതാം? C1 is equal to 0, C2 is equal to 0, C3 is equal to 0, C1 is equal to 0. അതായത് C1, C2, C3 നമുക്ക് 0 കിട്ടി. അപ്പൊ എന്ത് പറയാൻ പറ്റും? ദ സിസ്റ്റം ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്തു, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ബേസിസ് ഏത്? കാരണം അതിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട്? 1, 2, 3 വെക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ് പറയാൻ പറ്റും. എന്ത് പറയാം? ഈ 3 വെക്ടേഴ്സ്, അതായത് മെട്രിക്സ് 1, 0, 0, -1, മെട്രിക്സ് 0, 1, 0, 0, മെട്രിക്സ് 0, 0, 1, 0 എന്ന് പറയുന്ന ഈ 3 വെക്ടേഴ്സ് ഫോംസ് എ ബേസിസ് എന്ന് പറയാം. അതുകൊണ്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. കാരണം ഇവിടെ എത്ര വെക്ടേഴ്സ് ഉണ്ട്? 1, 2, 3 വെക്ടേഴ്സ് ഉണ്ട്. therefore ഡയമെൻഷൻ is equal to 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ, ലെറ്റ് V be a vector space over a field F of the complex number. Suppose that alpha, beta and gamma are linearly independent vectors in V. Prove that alpha plus beta, beta plus gamma and gamma plus alpha are linearly independent. Let V be a vector space over a field F of complex number. Suppose that alpha, beta, gamma are linearly independent vectors in V. Prove that alpha plus beta, beta plus gamma and gamma plus alpha are linearly independent. ഇവിടെ തന്നിരിക്കുന്ന let V be a vector space over a field F of the complex number. Suppose that alpha, beta, gamma are linearly independent vectors in V. Alpha, beta, gamma linearly independent vectors in V ആണ് സപ്പോസ് ചെയ്യുക. എന്നിട്ട് പ്രൂവ് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ, ബീറ്റ പ്ലസ് ഗാമ ആൻഡ് ഗാമ പ്ലസ് ആൽഫ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ, ബീറ്റ പ്ലസ് ഗാമ, ഗാമ പ്ലസ് ആൽഫ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ, ബീറ്റ പ്ലസ് ഗാമ, ഗാമ പ്ലസ് ആൽഫ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ ആണെന്ന് കാണിക്കണം. അപ്പൊ ആദ്യം ലെറ്റ് K1, K2, K3 ബിലോങ്സ് ടു F ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? K1 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് K2 ബീറ്റ പ്ലസ് ഗാമ പ്ലസ് K3 ഗാമ പ്ലസ് ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ K1 ആൽഫ ഉണ്ട്, അതുപോലെ ഇവിടെ K3 ആൽഫ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് ആൽഫ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു K1 പ്ലസ് K3 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ ബീറ്റേന്റെ സ്ഥാനത്ത് K1 ബീറ്റ ഉണ്ട്, K2 ബീറ്റ ഉണ്ട്. കോമൺ ആയിട്ട് ബീറ്റ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബീറ്റ ഇൻറ്റു K1 പ്ലസ് K2 എന്ന് എഴുതാം. പ്ലസ് അതുപോലെ തന്നെ ഇവിടെ K2 ഗാമ ഉണ്ട്, K3 ഗാമ ഉണ്ട്. സോ വി ടേക്ക് ഗാമ ഔട്ട്സൈഡ്, വി ഗെറ്റ് K2 പ്ലസ് K3 ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് കിട്ടിയത് ആൽഫ ഇൻറ്റു K1 പ്ലസ് K3 പ്ലസ് ബീറ്റ ഇൻറ്റു K1 പ്ലസ് K2 പ്ലസ് ഗാമ ഇൻറ്റു K2 പ്ലസ് K3 ഈക്വൽ ടു 0. ഇവിടെ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ വി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ K1 പ്ലസ് K3 ഈക്വൽ ടു 0 ആയിരിക്കും, K1 പ്ലസ് K2 ഈക്വൽ ടു 0 ആയിരിക്കും, K2 പ്ലസ് K3 ഈക്വൽ ടു 0 ആയിരിക്കും. എന്താ പറയുന്നത്? ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ വി ആണ്. സോ നമുക്ക് എഴുതാം K1 പ്ലസ് K3 ഈക്വൽ ടു 0, K1 പ്ലസ് K2 ഈക്വൽ ടു 0, K2 പ്ലസ് K3 ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? K1 ഇസ് ഈക്വൽ ടു 0, K2 ഇസ് ഈക്വൽ ടു 0, K3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെറ്റ് ആൽഫ പ്ലസ് ബീറ്റ, ബീറ്റ പ്ലസ് ഗാമ, ഗാമ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റും.